ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ദാണാപൂരില് നൈറ്റ് ഡ്രൈവിന് പോകുന്നുണ്ട്. ഇപ്പം ഏകദേശം 12 മണിയായി. അപ്പം ഞാൻ വിചാരിച്ചു നൈറ്റില് ഒന്ന് നൈറ്റ് ഡ്രൈവിന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പോകാറുണ്ട്, പക്ഷേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് എടുത്ത് നിങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും പറയാറുണ്ട് ദാണാപൂരല്ല, ബീഹാർ അത്ര സേഫ് അല്ല, ദാണാപൂരിലുള്ള ആൾക്കാർ അത്ര ഇതല്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനൊരു നൈറ്റിലൊരു യാത്ര പോകും. ഇവിടെ ആരും ഇല്ല, ഇതൊരു KV സ്കൂളാണ്. ഇവിടെ ആരും ഇല്ല നൈറ്റിലേക്ക്. ഈ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയ കൺവോൾമെന്റ് ഏരിയ ആണ്. അത് ആ ഭാഗത്തോട്ടൊക്കെ പോയാലും നൈറ്റിൽ ആരും അങ്ങോട്ട് വണ്ടികളൊന്നും കയറ്റിവിടത്തൊന്നുമില്ല. അവിടെ ഒന്നും ആരും ഇല്ല പോകാൻ. ഒരിക്കലും ശാന്തമായി കിടക്കാത്ത ബീഹാറെന്ന് പറഞ്ഞാൽ ഇപ്പം 12 മണി, ഏകദേശം 12 മണി സമയം. ഏകദേശം 12 മണി തന്നെ 12 മണിയായി. പക്ഷെ എന്നിട്ട് നോക്കിക്ക് റോഡിലെല്ലാം നല്ല തിരക്കാണ്. പകല് സമയത്തൊന്നും ഇതിലെ കൂടെ ഒന്നും വരാൻ പോലും നമുക്ക് പറ്റത്തില്ല. കാര്യം ഓട്ടോക്കാരുടെ ബഹളമാണ് മൊത്തം ഫുള്ള് എപ്പോഴും. അത് കാരണം ഇതിലെ കൂടെ വരാൻ ഭയങ്കര ട്രാഫിക്കും, വൃത്തി ഇല്ലായ്മയും ട്രാഫിക്കും ദാരിദ്ര്യവും, ഇത് മൂന്നുമാണ് ഈ നാട്ടിലെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. വൃത്തിയില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം മൊത്തം കച്ചറ നിറഞ്ഞിങ്ങനെ കിടക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇവിടെ ക്ലീൻ ചെയ്യാറേ ഇല്ല സർക്കാർ. ഇവിടുത്തെ ജനങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാറില്ല. കാര്യം അവർ അത്രയായിട്ടൊന്ന് ആപ്റ്റായി. പിന്നെ അവരെങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് ചെയ്യുന്നു. പകലൊക്കെ ഇതിലെ കൂടെ ഭയങ്കര ട്രാഫിക്കാണ്. ഭയങ്കര ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പകലും ഞാൻ ഇതുപോലെ വീഡിയോസ് നിങ്ങളെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് നൈറ്റിൽ ജസ്റ്റ് നൈറ്റ് ഡ്രൈവിന് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളെ ഈ 12 മണി രാത്രികളൊക്കെ ആകും, 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കാനൊക്കെ പോകത്തില്ലേ, അതുപോലെ വന്നതാണ്. ഇവിടെ ഈ സൈഡിലെല്ലാം ആൾക്കാർ കിടപ്പുണ്ട്. മെട്രോയുടെ അടിയിൽ ഒരുപാട് ആൾക്കാർ ഭാഗത്തുണ്ട്. നമുക്ക് കാണാൻ പറ്റും. അതെ, നാളെ ഇവിടെ ഉത്സവമാണ്. തീജ് എന്നും പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അത് ആണ് നാളെ ഇവിടെ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് തള്ളമാര് നോമ്പെടുക്കുന്നത്. നാളെ പരിപാടിയാണ്. എന്നും, അതായത് ബീഹാർ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നും ഫെസ്റ്റിവൽ, എന്നും ആഴ്ചയിൽ ഏകദേശം 2-3 ഫെസ്റ്റിവലെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ സ്കൂളുകൾക്കും ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ എപ്പോഴും അവധി കേട്ടോ. നല്ല കാര്യം പറഞ്ഞു. ഇവരുടെ ഇത് മാത്രമായിട്ടുള്ള ഫെസ്റ്റിവൽ തീജുണ്ട്. പിന്നെ ഈ ഛഠ് പൂജ, അതൊക്കെ ബീഹാർ മാത്രമുള്ള ഒരു ഫെസ്റ്റിവൽ മക്കളാണ്. അതൊക്കെ ഇപ്പോഴും 12 മണിയായിട്ട് ഈ സൈഡിലുള്ള കച്ചവടക്കാരാണെങ്കിലും ആൾക്കാരൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. എല്ലാം എപ്പോഴും ഉണർന്നിരിക്കുന്നതാണ്. എപ്പോൾ വന്നാലും കാണും ഇവിടെയൊക്കെ എപ്പോഴും കച്ചവടക്കാരും ഒക്കെ. ചുമ്മാ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ രസമാണ്. ചായ ഒന്നുമില്ല കേട്ടോ, അതായിട്ട് ഏറ്റവും വലിയ. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചായ കിട്ടുന്നത്. ഇവിടെ എപ്പോഴും മറ്റേ മുട്ടയും മമ്മൂസും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ, ചായ കിട്ടത്തില്ല. പിന്നെ സാമ്പാർ ചോറ് കയറാൻ മാറ്റിയിട്ട് വല്ല ചായക്കടയിൽ പറയാതെ ചേച്ചി തന്നെയായിരുന്നു ഇവിടെ. കാര്യം ഇവിടെ ഉള്ളവർക്ക് നമുക്ക് അങ്ങനെ നമ്മുടെ നാട്ടിലെ മലയാളികളെ പോലെ അങ്ങനെ ശീലം കൊടുക്കാൻ നൈറ്റിൽ ചായയൊക്കെ കുടിക്കാൻ പോകും. അതുകൊണ്ട് ഒരു ഋത്തിക് റോഷൻ പോകുന്നുണ്ടോ നമ്മുടെ ഫ്രണ്ടില് ബൈക്കിൽ പോകുന്നു.
പറയുന്നൊക്കെ ബീഹാർ വലിയ സേഫ് അല്ലാത്ത പറഞ്ഞാൽ അവർക്കിട്ട് മെക്കിട്ട് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ അവര് നമുക്കുള്ള വെറുതെ വിടത്തില്ല. അത്രയും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഓട്ടോക്കാർ. അവരുടെ അടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ പറയാൻ ഒന്ന് പറഞ്ഞിട്ട് നമ്മളെ നേരം വഴക്ക് കൊണ്ടുവരും. അവരുടെ അടുത്ത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതിന് സംസാരിക്കുമ്പോഴും ഇവരൊക്കെ ആയിട്ട് ഇടപെടുമ്പോഴും എപ്പോഴും സൂക്ഷിച്ച് വേണം. ഏത് സൈഡിൽ നിന്ന് വെട്ടും കുത്തുമൊക്കെ വരുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അത് സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യണം. ഒരു 2-3 വർഷമായി ഞാനിവിടെ ഈ നാട്ടിൽ വന്നിട്ട്. മറ്റേ പ്രശ്നങ്ങൾ വലുതായിട്ടൊന്നും ഞാൻ ഇവിടെ ഇല്ലാന്നങ്ങ് തീരെ പറയാൻ പറ്റത്തില്ല. പക്ഷെ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. അത് നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ളൂ ഇവിടെ ഉള്ളത്. അത്ര വലിയ ചീപ്പായിട്ടുള്ള ആൾക്കാരുണ്ട്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ബീഹാറിന് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ആൾക്കാരും ഉണ്ട്. തീരെ അങ്ങ് കൊള്ളരുതാത്ത ആൾക്കാരാണ് ബീഹാറിലുള്ളതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങോട്ടുള്ള റോഡുകളാണെങ്കിൽ തന്നെ നിങ്ങളുടെ റോഡ് പറയാതിരിക്കാൻ പറ്റത്തില്ല. കുണ്ടും കുഴി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ട്രാഫിക് നിയമങ്ങളൊന്നും അവർ പാലിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ റോഡുകളൊക്കെ പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്ന പോലെ മറ്റേ ഓണക്കിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സർക്കാർ ഇതിലൊന്നും ചെയ്യത്തില്ല കേട്ടോ. അത്യാവശ്യം ജീവിക്കുന്നതാണ് പാവത്തുങ്ങളാണെന്നേ. അവരെന്ത് ജോലിയും ചെയ്യുക, അവരെയും ജീവിക്കും. മറ്റേ വലിയ അതൊന്നുമില്ലാത്ത നാട്. ഇതിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവർക്ക് കുറച്ച് എഡ്യൂക്കേഷനും ആ ഒരു ഇതൊക്കെ കൊടുക്കാറുണ്ടെന്നുണ്ടെങ്കിൽ കുറെ ഒരു 5 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ ബീഹാറിലൊക്കെ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ബീഹാറിലും ഉണ്ടാവും. ഇതുവഴി നേരെ എങ്ങ് പോരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കേരളത്തിലെത്തും. ഞങ്ങൾ മിക്കവാറും ഇതുപോലെയാണ് കേരളത്തിലോട്ട് പോകാറുള്ളത്. വണ്ടിയിൽ തന്നെയാണ് ബൈ റോഡ് പോകാറുണ്ട്. 2-3 ദിവസം എടുക്കും കേരളത്തിലെത്തുമ്പോൾ. ആ വീഡിയോകളൊക്കെ നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാൻ കാണാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ നേപ്പാൾ പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും നേപ്പാൾ പോകണമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കുക. അതെല്ലാം ഒതുങ്ങിയിട്ട് നേപ്പാളൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ഞാനെടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പകലും ഞാനിവിടെ ബീഹാറിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ആയിട്ട് ഈ ബീഹാർ ഫുള്ള് ദാനാപൂർ മാത്രമല്ല ബീഹാർ ഫുള്ള് നിങ്ങൾ ഞാൻ പോവുകയും വീഡിയോസ് എടുക്കുകയും അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി നളന്ദ യൂണിവേഴ്സിറ്റി. അപ്പം അത് പോയി കാണാം. പിന്നെ രാജ്ഗീറുണ്ട്. അവിടെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഇതൊക്കെ പോയി കാണാം. ഞാൻ പോകുന്നതോടൊപ്പം വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെയും കൊണ്ടുപോകുന്നതായിരിക്കും. എൻ്റെ മലയാളികൾക്കായിട്ട്, എൻ്റെ മലയാളി കൂട്ടുകാർക്കായിട്ട്, വീട്ടുകാർക്കായിട്ട്, നാട്ടുകാർക്കായിട്ട് ഞാൻ പോയി എല്ലാം കണ്ട് വീഡിയോ എടുത്ത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലിരുന്ന് സന്തോഷപൂർവ്വം കണ്ട് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെന്താ പറയുന്നത്, നമ്മളിവിടെ ദാനാപൂരിൽ ഇവിടെ ഇങ്ങ് വന്ന് കേട്ടോ ദാനാപൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മളിങ്ങ് വെറുതെ വണ്ടി ഓടിച്ചിങ്ങ് പോരുന്നതാണ്. എൻ്റെ ഈ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും തിരക്കുണ്ട്. അമ്മോ, ഇവിടെ അതുപോലെ തന്നെ റോഡിൽ നിന്ന് നമ്മൾ ട്രെയിനകത്ത് കയറാൻ പറ്റും. പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേരിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എൻ്റെ മക്കളെ, നമ്മുടെ കേരളത്തിലെങ്ങാണ് ആയിരുന്നെങ്കിൽ പിന്നെ കിടക്കണ്ടായിരുന്നു. ഇതേ നോക്ക്, എപ്പോഴും തിരക്ക്. കൊച്ച റെയിൽവേ സ്റ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, വലിയ റെയിൽവേ സ്റ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇത് പ്ലാറ്റ്ഫോമൊക്കെ വളരെ കുറവാണ്. ഇതേ ഓട്ടോ കിടക്കുന്നുണ്ട്. ഇവരെയാണ് സത്യത്തിൽ പറഞ്ഞ ഈ ബീഹാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ ഓട്ടോക്കാർ. ചിലപ്പോൾ വിചാരിക്കും അവർ ഭയങ്കര പാവത്തുങ്ങളാണ്, ജീവിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ശല്യം. ഈ മെട്രോയുടെ പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കുറച്ച് ശല്യം ഒഴിവാക്കിയിട്ട് ഈ ബീഹാർ പകുതി വൃത്തിയാവുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ. എപ്പോഴും എവിടേക്കോ പോകാനുള്ള ട്രെയിനാണ് അവിടെ കിടപ്പുണ്ട്. ചായ കുടിക്കാൻ വന്ന് ദാനാപൂർ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ചായ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് അല്ലേ? സാമ്പാർ സ്റ്റോറി കഴിച്ച്
എല്ലാവരും ചായ കുടിക്കാറിറങ്ങിയവരാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എൻ്റെ കഠിന പ്രയത്നത്തിന് ശേഷം ദാനാപൂരിൽ ഷഗ്ന മോഡിൽ എനിക്ക് ചായ കിട്ടി കേട്ടോ. അപ്പോൾ ഇനി ചായ കുടിച്ച് സന്തോഷത്തോടുകൂടി നമുക്ക് വീണ്ടും പോയി കിടന്നുറങ്ങാം. അപ്പം നാളെ എല്ലാവർക്കും കാണാം. ഈ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.